അപ്പം ടി ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ് അടുത്തത്. അപ്പം എ മെഷീൻ ഈസ് ഡിസൈൻ ടു പ്രൊഡ്യൂസ് എ ഇൻസുലേറ്റിംഗ് വാഷർ. ഒരു ഇൻസുലേറ്റിംഗ് വാഷർ ഡിസൈൻ ചെയ്യാണ് ഒരു മെഷീൻ, എന്തിന്, ഇലക്ട്രോണിക് ഡിവൈസസിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ആവറേജ് തിക്നെസ്സാണ് 0.024. ദെൻ അതിന്ന് എ റാൻഡം സാമ്പിൾ ഓഫ് 10 വാഷേഴ്സിൻ്റെ റാൻഡം സാമ്പിളിൻ്റെ ആവറേജ് തിക്നെസ് എത്രയാണ്? 0.025. അത് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ, ആ സാമ്പിളിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട് 0.02 സെൻറ്റിമീറ്റർ. ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡീവിയേഷൻ. അതായത് അതിൻ്റെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്കറിയാം സാമ്പിൾ എത്ര തന്നിട്ടുള്ളത്? n = 10 ആണ്. n = 10. ഇനി സാമ്പിളിൻ്റെ, അതായത് നമ്മളുടെ മെഷീൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വാഷർ, ഇൻസുലേറ്റിംഗ് വാഷറിൻ്റെ ആവറേജ് തിക്നെസ് എത്ര പറഞ്ഞിട്ടുള്ളത് അവർ? 0.024. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? മ്യൂ. അതല്ലേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട. അതും മെഷീൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റിംഗ് വാഷറും അതിൻ്റെ റാൻഡമായിട്ട് എടുത്തിരിക്കുന്ന ആ 10 വാഷറിൻ്റെ തിക്നെസ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മ്യൂ ആയിട്ട് എന്താ എടുക്കുക? ഈ മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റിംഗ് വാഷറിൻ്റെ ആവറേജ് തിക്നെസ് മ്യൂ = 0.024. ദെൻ നെക്സ്റ്റ് റാൻഡം സാമ്പിളിൻ്റെ, അതായത് 10 വാഷേഴ്സിൻ്റെ ആവറേജ് തിക്നെസ് x⁻ എന്നായിട്ട് നമ്മൾ എന്തെടുക്കും? 0.025 സെൻറ്റിമീറ്റർ. ഇനി നെക്സ്റ്റ് എന്താ? അതിൻ്റെ സാമ്പിളിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ S ആണ്. അപ്പോൾ S = 0.002 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ടീൻ്റെ, അതായത് ടി ടെസ്റ്റിൻ്റെ ഫോർമുല എഴുതണം. x⁻ - μ0 / S /√n. x⁻ എന്നുള്ളത് നമുക്കറിയാം എത്ര? 0.025 - 0.024 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 0.02 ഡിവൈഡഡ് ബൈ √10-1. ദെൻ 10 എന്നുള്ളത് n ആണ്. അത് നമ്മളെന്താ ഇതിൽ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1.5 എന്നുള്ള ആൻസറാണ് കിട്ടുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു റൂൾ ഉണ്ടായിരുന്നു, സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം? നൾ ഹൈപ്പോത്തസിസ് ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ? നൾ ഹൈപ്പോത്തസിസ്, ഇത് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡിഫറൻസ് ആണെന്നുള്ള രീതിയിൽ നമ്മളെന്താ മ്യൂ അതായത് നമ്മളെന്താ അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പിൽ നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് പറഞ്ഞാൽ എങ്ങനെ സെറ്റ് ചെയ്യും? x⁻ഉം, അതായത് സാമ്പിളിൻ്റെ മീനും ആവറേജും = μ0 ഈക്വൽ ആണെന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ H1 സെറ്റ് ചെയ്യണം. അതെന്താ അല്ല എന്നുള്ള കേസിൽ നമ്മളെന്താ അവിടെ സെറ്റ് ചെയ്യും. ഡിഫറൻസ് ഉണ്ട്, അതായത് രണ്ടും ഈക്വൽ ആണ്, വാല്യൂസ് രണ്ടും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഈക്വൽ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു നമ്മളുടെ സ്റ്റെപ്പിൽ ഉണ്ടായിരുന്നത്? അടുത്തത് ടെസ്റ്റ് ആയിരുന്നു. നമ്മൾ ഡിസൈഡ് ചെയ്തത് ടെസ്റ്റ് നമുക്ക് മനസ്സിലായി ടി ടെസ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതിൽ ടി ടെസ്റ്റിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സാമ്പിളിൻ്റെ സൈസ് 30നേക്കാളും കുറവാണ്. അപ്പോൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റാണ് വേണ്ടത്. അപ്പോൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ ടി ഉണ്ട്. അപ്പോൾ ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ? ഈ ഇലക്ട്രോണിക് ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്റിംഗ് വാഷറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ തന്നിട്ടില്ല. ആവറേജ് മാത്രം, മീൻ മാത്രമേ തന്നിട്ടുള്ളൂ. ആകെ തന്നിട്ടുള്ളത് എന്താ? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? ടി ടെസ്റ്റ് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ടീൻ്റെ ഫോർമുല നമ്മൾ യൂസ് ചെയ്തു. മൂന്നാമത്തെ മെത്തേഡാണ് സ്പെസിഫൈ ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പം നമ്മളെന്താ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് = 0.05 എന്നെടുക്കുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കറിയാം n-1 എത്ര വരിക? 10-1 = 9. ഇനി ഫോർത്ത് സ്റ്റെപ്പായിരുന്നു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കണ്ടു.
ടി ടെസ്റ്റിൻ്റെ വാല്യൂ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് ഇത് 1.5. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പാണ് എന്ത് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ലോഗറിതമിക് ടേബിൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എടുക്കുക. ഇതിലുണ്ടാവും ടേബിൾ വാല്യൂസ് ഫോർ ടി ടെസ്റ്റിനല്ല, ഇതിപ്പോൾ സെഡ് ടെസ്റ്റിനും ടി ടെസ്റ്റിനും യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് ടേബിൾ വാല്യൂ നോക്കുന്നത് വെച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് നമുക്കിവിടെ കിട്ടിയത് 9 ആണ്. അപ്പോൾ 9 നേരെ നമ്മൾ നോക്കുക, നമ്മൾ എത്രയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇവിടെ എടുത്തിരിക്കുന്നത് 0.05 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്ന ഈ ടേബിൾ നോക്കുക, അതിൽ 9 നേരെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് താഴത്തേക്ക് നോക്കുക, 9 നേരെ വരുന്ന ഏതാണോ വാല്യൂ നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 2.262 ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയത് ഡിഗ്രി ഓഫ് ഫ്രീഡം 9 എടുത്തു, 0.05 എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് 2.262. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താ, ടേബിൾ വാല്യൂ ഈക്വൽ ടു 2.262. ഇനി നമുക്ക് സിക്സ്ത് സ്റ്റെപ്പ് ലാസ്റ്റ് എന്താ, ഡിസിഷൻ ഡിസിഷൻ എബൌട്ട് ദ ആക്സെപ്റ്റിംഗ് റിജക്റ്റിംഗ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ എന്താ, ടേബിൾ വാല്യൂവിനെ, അതായത് കമ്പ്യൂട്ടഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. സിക്സ്ത് സ്റ്റെപ്പ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുക, എന്താണ് കമ്പ്യൂട്ടഡ് വാല്യൂ അല്ലാത്ത കേസ് ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ റിജക്റ്റ് ചെയ്യും, നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുക, ടേബിൾ വാല്യൂ എന്താ 2.262, കമ്പ്യൂട്ടഡ് വാല്യൂ 1.5. ഇവിടെ എന്താ 1.5നേക്കാളും കൂടുതൽ തന്നെയാണല്ലോ ടേബിൾ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. അപ്പം ഇത് എക്സ് ബാർ ഈക്വൽ ടു μ0. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എൻഡിങ്ങിൽ എങ്ങനെ കൺക്ലൂഷൻ എഴുതാം, നമ്മളിങ്ങനെ എഴുതണം, കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാണ്ട് ലെസ് ദാൻ എന്താണ്, കമ്പ്യൂട്ടഡ് വാല്യൂ ഇസ് 1.5 ഇസ് ലെസ് ദാൻ എന്താ, ടേബിൾ വാല്യൂ ഏതാണ് 2.262. സോ നൾ ഹൈപ്പോത്തസിസ് ഇസ് ആക്സെപ്റ്റഡ്. ഹെൻസ് എന്ത് പറയാം, there is no significant difference between population mean and sample mean. ഇതായിരിക്കും കൺക്ലൂഷനായിട്ട് നമുക്ക് കിട്ടും.